അമ്പനാട് ഹാരിസൺസ് മലയാളം എസ്റ്റേറ്റിലെ ജീവനക്കാർ ഓണത്തിന് ബോണസ് ലഭിക്കാത്തതിനെ തുടർന്ന് വിവിധ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചു. ഓണത്തിന് സ്ഥിരമായി കിട്ടിയിരുന്ന 20% ബോണസ് കമ്പനി വെട്ടിച്ചുരുക്കി 13%ആക്കിയതിൽ പ്രതിഷേധിച്ചാണ് സമരം. എന്നാൽ കമ്പനി റബ്ബർ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് 20% ബോണസ് നൽകുകയും ചെയ്തതായി ഇവർ പറയുന്നു. തേയില എസ്റ്റേറ്റിലെ തൊഴിലാളികളെ ഇത് ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. കമ്പനിക്ക് ഈ വർഷം തേയിലത്തോട്ടത്തിലെ ഇടകൃഷിയായി കുരുമുളക്, ഗ്രാമ്പു എന്നിവയിൽ തന്നെ 2 കോടിയിലധികം വരുമാനം ഉണ്ടായിട്ടുണ്ടെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. മുൻപ് 1000-ലധികം ജീവനക്കാർ ഉണ്ടായിരുന്ന കമ്പനിയിൽ ഇപ്പോൾ 600-ൽ താഴെ തൊഴിലാളികളാണ് നിലവിലുള്ളത്. കൂടാതെ ഇടക്കാലത്ത് സമരം ചെയ്ത സമയത്ത് തൊഴിലാളികളുടെ ശമ്പളം പിടിച്ചുവച്ച വകയിൽ കുടിശ്ശിക കിട്ടാനുണ്ടെന്നും ഇവർ പറയുന്നു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ കമ്പനിയുമായി ചർച്ച നടത്തുകയാണെന്നും ഈ കുത്തിയിരിപ്പ് സമരം തുടക്കം മാത്രമാണെന്നും വരും ദിവസങ്ങൾ സത്യാഗ്രഹം പോലുള്ള സമരമുറകൾ തൊഴിലാളികൾ ആസൂത്രണം ചെയ്യുമെന്നും CITU ട്രേഡ് യൂണിയൻ നേതാവ് വി ശശി പറഞ്ഞു. മലയാളം കമ്പനിയാണെങ്കിൽ 2 വർഷം കൊണ്ട് ഇപ്പം 14-16 വെച്ച് ബോണസ് കൊടുക്കുന്നു. ഞങ്ങൾക്ക് 8-ൽ 3-ൽ 1 കൊടുക്കുന്നത്. റബ്ബറിൽ മാത്രം 20% കൊടുക്കുന്നു. ഇതിനകത്ത് തന്നെ തേയിലയ്ക്കകത്ത് ഗ്രാമ്പ്, കുരുമുളക് അത് ഈ വർഷം അവർ 2.25 കോടിക്ക് അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് കാപ്പി, മറ്റേ മംഗസ്ത, പിന്നെ ഓറഞ്ച്, പാക്ക്, തെങ്ങ്, ഇങ്ങനെ പല മാവ്, പേരയ്ക്ക, എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് തന്നെ കഴിഞ്ഞ വർഷം 10-15 ലക്ഷത്തിന് പോയത്. ഈ വർഷം അത് അത്രയും കൂടുതൽ 25 ലക്ഷം വേണമെന്നും പറഞ്ഞ് അത് കൊടുക്കാതെ വെച്ചിരിക്കുക. ബാക്കിയെല്ലാം അയാൾ കൊടുത്ത്. അപ്പോൾ ഇത്രയും ലാഭമുള്ള ഒരു എസ്റ്റേറ്റിൽ ഞങ്ങൾക്ക് വീണ്ടും 8, അതും 10-300 ചില്ലോളം തൊഴിലാളികളേ ഉള്ളൂ. ഞങ്ങൾക്ക് 8.33 ബോണസ് കൊടുത്ത്. അതുകൊണ്ട് തൊഴിലാളികൾ, അറണ്ടലിലുള്ള തൊഴിലാളികൾ ആരും ഇത് വാങ്ങിച്ചിട്ടില്ല. അതിനുവേണ്ടി ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം കുത്തിയിരിപ്പ് സമരം തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ 12-ാം തീയതി ആകുമ്പോൾ ഒരു പൊതുപൊടി മുടക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിലപ്പോൾ നിരാഹാര സത്യാഗ്രഹമോ എന്തെങ്കിലും തുടങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഇതിനു വേണ്ടി മിനിസ്റ്ററെ കാണാനും കളക്ടറെ കാണാനും ഈ യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറിയായ ജയമോഹനെ നിയമിച്ചിട്ടുണ്ട്. അത് സമരസമിതി എല്ലാവരും കൂടെ ചേർന്ന്, മാമ്പഴത്തറ സലീം, പ്രദീപ്, പിന്നെ ജോയി, ഇവരെല്ലാം കൂടെ ചേർന്ന ജയമോഹനെ ഏൽപ്പിച്ചിരിക്കുന്നത്. മന്ത്രിയെ കാണാനും ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും പറഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹന്റെ നേതൃത്വത്തിൽ തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോണിന് പരാതി നൽകാനും സമരക്കാർ തീരുമാനിച്ചതായി അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല.